ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹാവ് ബീൻ അതുപോലെ ഹാസ് ബീൻ. ഹാവ് ബീൻ അതുപോലെ ഹാസ് ബീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സെൻറ്റൻസുകൾ പറയാം, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എങ്ങനെ സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കുറേ സമയം മുമ്പ് അല്ലെങ്കിൽ കുറേ ദിവസം മുമ്പ് തുടങ്ങി വെച്ച ഒരു പ്രവൃത്തി, തുടങ്ങി വെച്ച ഒരു കാര്യം നമ്മളിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാവ് ബീൻ അതുപോലെ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ ശരിക്കും മനസ്സിലാക്കി തരാം. ഞാൻ 5 വർഷത്തോളമായിട്ട് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷത്തോളമായിട്ട് ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് എന്ന് വെച്ചാൽ 5 വർഷമായി ആ ജോലി തുടങ്ങിയിട്ട്, പക്ഷേ ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച ആ ഒരു ജോലി ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാവ് ബീനും ഹാസ് ബീനും ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു എക്സാമ്പിളും കൂടെ പറയാം. 2 മണിക്കൂറായിട്ട് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂറായിട്ട് ഞാൻ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 മണിക്കൂർ മുമ്പ് തുടങ്ങി വെച്ച കാര്യമാണ് ഞാനിപ്പോഴും ആ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതുപോലുള്ള സെൻറ്റൻസ് പറയാനാണ് ഹാസ് ബീനും ഹാവ് ബീനും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായോ? ഓക്കെ. അതുപോലെ തന്നെ രാവിലെ മുതൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ അവൻ കളിക്കുകയാണ് അല്ലേ. രാവിലെ മുതൽ അല്ലേ, കുറച്ച് സമയം മുമ്പ് തുടങ്ങി വെച്ച കളിയാണ്, ഇപ്പോഴും ആ കളി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ പറയാനാണ് നമ്മൾ ഹാസ് ബീന് ഹാവ് ബീന് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഹാസ് ബീൻ അതുപോലെ ഹാവ് ബീന് ഒരേ മീനിങ് തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് ചെറിയ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഹാസ് ബീൻ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. നമ്മളെപ്പോഴും സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. സിംഗുലർ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരൊറ്റ ആൾ അല്ലെങ്കിൽ ഒരൊറ്റ വസ്തുവൊക്കെയാണ് സബ്ജക്റ്റായിട്ട് വരുന്നത് എങ്കിൽ, ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ് ആണ് നമ്മൾ പൊതുവായിട്ട് നമുക്ക് വരുന്ന സിംഗുലർ സബ്ജക്ട്സ്. ഹീ, ഷീ, ഇറ്റ്. ഹീ എന്ന് വെച്ചാൽ അവൻ, ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ അല്ലേ. അതുപോലെ തന്നെ ഷീ എന്നാൽ അവൾ, ഒരൊറ്റ വ്യക്തിയല്ലേ ഉള്ളൂ. അവൾ എന്ന് വെച്ചാൽ ഒരാളേ ഉള്ളൂ. അതുപോലെ ഇറ്റ്, ഇത് അല്ലെങ്കിൽ അത് ഒരൊറ്റ വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് ഹീക്ക് പകരം അല്ലെങ്കിൽ ഷീക്ക് പകരം പേരൊക്കെ ആവാം കേട്ടോ. ഏതെങ്കിലും പേര്, ആരുടെയെങ്കിലും പേരൊക്കെ ആവാം. വരുൺ എന്നോ കവിത എന്നോ ഇങ്ങനെയൊക്കെ പേരുകളൊക്കെ ആവും അല്ലേ. ഇപ്പോൾ വരുണാണെങ്കിൽ എന്താണ്? ഒരൊറ്റ ആളെയാണ് നമ്മൾ അവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ കവിത എന്നൊരു വ്യക്തി, ഒരൊറ്റ ഒരു പെൺകുട്ടിയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സിംഗുലർ ആയിട്ട് വരുന്ന സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഹാവ് ബീൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഹാവ് ബീൻ എപ്പോഴും നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന പ്ലൂറൽ സബ്ജക്ട്സ് ഏതൊക്കെയാണ്? ഐ, യു, ദേ, വി. ഐ, യു, ദേവിയുടെ കൂടെയാണ് നമ്മൾ ഹാവ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്താണ്? ഐ, യു, ദേ, വി. ഞാൻ കുറേ മുമ്പ് ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ ദേവി എന്ന് ഓർത്ത് വെച്ചാൽ അതിൽ അയ്യോ ദേവി എന്താണ്? ഹാവ് ബീൻ ആണ് കേട്ടോ. ഐ, യു, ദേവി സബ്ജക്റ്റായിട്ട് വരുമ്പോൾ എപ്പോഴും എന്താണ്? ഹാവ് ബീൻ ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ. നമുക്ക് എക്സാമ്പിൾസ് പറയാം. ഷീ ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ്. ഷീ ഹാസ് ബീൻ ഡാൻസിങ് സിൻസ് മോർണിംഗ്. എന്താണ് അർത്ഥം? രാവിലെ മുതൽ അവൾ ഡാൻസ് കളിക്കുകയാണ്. രാവിലെ മുതൽ, സിൻസ് മോർണിംഗ്. രാവിലെ മുതൽ, സിൻസ് എന്ന് വെച്ചാൽ മുതൽ എന്നാണ് അർത്ഥം കേട്ടോ. രാവിലെ മുതൽ അവൾ ഡാൻസ് കളിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്കിവിടെ സിൻസ് ഇല്ലാതെ പറയാം കേട്ടോ. ഷീ ഹാസ് ബീൻ ഡാൻസിങ്. അവൾ ഡാൻസ് കളിക്കുകയാണ്. അവൾ ഡാൻസ് കളിക്കുകയാണ് എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, ഈ ഹാസ് ബീൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കണം അവൾ മുമ്പ് തുടങ്ങി വെച്ച കളിയാണല്ലേ. കുറേ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് മുമ്പ് തുടങ്ങി വെച്ചതാണ് അവളുടെ ഡാൻസിങ്. അതിപ്പോഴും അവൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് നമുക്ക് ഈ ഹാസ് ബീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയണം. അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ 2 months. ഹി ഹാസ് ബീൻ സ്റ്റഡിയിങ് സ്പോക്കൺ ഇംഗ്ലീഷ് ഫോർ 2 months. എന്താണ് ഫോർ 2 months? 2 മാസത്തോളമായിട്ട് 2 മാസത്തോളമായിട്ട് അവൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയിട്ട്. 2 മാസത്തോളമായിട്ട് അവൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയാണ് അല്ലേ. 2 മാസമായി തുടങ്ങിയിട്ട് അല്ലേ. 2 മാസമായി തുടങ്ങിയിട്ട് ഇപ്പോഴും ആ ഒരു പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 10 years. 10 വർഷമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്.
10 വർഷമായി ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എന്ന് വെച്ചാൽ 10 വർഷത്തോളമായി ഞാനിവിടെ താമസിക്കുകയാണ്. അപ്പോൾ എന്താണ്, 10 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ ഒരു അർത്ഥമാണ് നമ്മൾ ഹാവ് ബീനും ഹാസ് ബീനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഐ പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാവ് ബീൻ ഉപയോഗിച്ചു കേട്ടോ. ഐ യു ദേവയുടെ കൂടെ നമ്മൾ ഹാവ് ബീനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഒരുപാട് തവണ ഇത് പറഞ്ഞതാണ്, എന്നാലും പുതിയ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെയും പറയുന്നത്. നെക്സ്റ്റ്, they have been playing cricket since morning. They have been playing cricket since morning. അവർ രാവിലെ മുതൽ ക്രിക്കറ്റ് കളിക്കുകയാണ്. രാവിലെ മുതൽ അവർ ക്രിക്കറ്റ് കളിക്കുകയാണ് അല്ലേ. രാവിലെ മുതൽ തുടങ്ങി വെച്ച ആ ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഓക്കെ. It has been raining for 2 hours. It has been raining for 2 hours. എന്താണ് 2 hours, 2 മണിക്കൂറോളമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. 2 മണിക്കൂറോളമായി മഴ പെയ്യുകയാണ് എന്നാണ് അർത്ഥം അല്ലേ. 2 മണിക്കൂറായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഹാവ് ബീൻ ഹാസ് ബീൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഒറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. The dog has been barking since it saw me. The dog has been barking since it saw me. എന്താണ് അർത്ഥം? എന്താണ്? എന്നെ കണ്ട മുതൽ ആ പട്ടി കുരയ്ക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ മുതൽ ആ പട്ടി കുരയ്ക്കുകയാണ്. എന്നെ കണ്ടപ്പോൾ മുതൽ ആ പട്ടി കുരയ്ക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോഴും പട്ടി കുരയ്ക്കുക തന്നെയാണ് അല്ലേ. എന്നെ കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് കുരയ്ക്കാൻ, ഇപ്പോഴും ആ പട്ടി കുരച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ. അപ്പോൾ സിൻസ് എന്താണ്, മുതൽ എന്നാണ് അർത്ഥം. അതുപോലെ ഫോർ ആയിട്ട്, ഇത്രയും ഓർത്ത് വെക്കാട്ടോ. അപ്പോൾ എന്താണ് സിൻസ് മുതൽ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞുതരാം കേട്ടോ. സിൻസ് യെസ്റ്റർഡേ, ഇന്നലെ മുതൽ എന്നാണ് അർത്ഥം കേട്ടോ. സിൻസ് 1995, 1995 മുതൽ. സിൻസ് ലാസ്റ്റ് വീക്ക്, എന്താണ് കഴിഞ്ഞ ആഴ്ച മുതൽ. സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ. സിൻസ് ഐ കെയിം ഹിയർ, ഞാനിവിടെ വന്നപ്പോൾ മുതൽ. ഇങ്ങനെയാണ് അർത്ഥം വരാം കേട്ടോ. അപ്പോൾ സിൻസ് മുതൽ എന്നാണ് അർത്ഥം കേട്ടോ. അതുപോലെ ഫോർ വരുമ്പോൾ എന്താണ്, ആയിട്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഫോർ ആയിട്ട്. ഫോർ 10 days, 10 ദിവസമായിട്ട്. ഫോർ എ ലോങ് ടൈം, ഒരുപാട് നാളായിട്ട്. ഫോർ ദ ലാസ്റ്റ് 2 days, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട്. ഫോർ 3 hours, 2 മണിക്കൂറായിട്ട്. ഇങ്ങനെയാണ് അർത്ഥം വരാം കേട്ടോ. അപ്പോൾ സിൻസ് മുതൽ എന്നും ഫോർ ആയിട്ട് അല്ലെങ്കിൽ ആയി എന്നാണ് അർത്ഥം വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹാവ് ബീൻ അതുപോലെ ഹാസ് ബീൻ ഉപയോഗിച്ച് നമ്മൾ സെൻറ്റൻസ് പറയുമ്പോൾ അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടൈമിംഗ് വേർഡ്സ് ആണ് സിൻസും ഫോറും. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ നമ്മൾ എവിടെയാണ് ഹാവ് ബീൻ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. നമ്മൾ മുമ്പ് തുടങ്ങി വെച്ച ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് തുടങ്ങി വെച്ച ഒരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാവ് ബീൻ അതുപോലെ ഹാസ് ബീൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കും കൺഫ്യൂഷനൊന്നും ഇല്ല വിചാരിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് വീണ്ടും കാണാം. താങ്ക്